വാലച്ചു 5 മിനിറ്റും കൂടിയുള്ളൂ. കൊള്ളാല്ലേ അളിയാ തീരെ പിള്ളേരാണെന്ന് തോന്നണം കേട്ടോ. ശരിയാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. സ്റ്റുഡൻസ് കൗൺസിൽ എല്ലാവരും കൂടി എന്താ പരിപാടി? എവിടെ പോസ്റ്റിംഗ്? സാർ ഞങ്ങൾക്കിന്ന് കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിംഗ് തുടങ്ങാം സാർ. നമുക്കിന്ന് ഫ്രീ വിസിറ്റാ. സാറോട് പോകുന്ന ക്ലാസ്സിലാണോ? സർ പുതിയ ബാച്ചിലെ സ്റ്റുഡൻസ് ഒക്കെ എങ്ങനെയുണ്ട്? അവർക്ക് ഡിസെക്ഷൻ തുടങ്ങാം. ഞാൻ അവരെ അഡ്രസ് ചെയ്യാൻ പോകും. സാർ എന്നാ സാർ ഞങ്ങളും കൂടി ഒന്ന് വന്നോട്ടെ സാർ. അതെ, അതാവുമ്പോ അവരൊന്ന് മീറ്റ് ചെയ്യാലോ. അത് വേണമല്ലോ ചോ. ഈ റാഗിങ്ങിന്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയില്ലേ? അതെന്താ സാർ, നമ്മളും കോളേജിൽ തിരഞ്ഞെടുക്കപ്പെട്ട കോളേജ് ഭാരവാഹികളല്ലേ സാർ. നമ്മൾ വരട്ടെ സാർ. അത് ശരിയാണല്ലോ. എന്നാ നിങ്ങൾ കൂടി വാ. ഓക്കെ സാർ. സെറ്റ്. നൗസിയ ഡിസെക്ഷൻ തുടങ്ങി. യെസ് എവരിവൺ. യെസ് സിറ്റ് ഡൗൺ. ഇരിക്കി. ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നിങ്ങളുടെ MBBS പഠനകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഡെഡ് ടീച്ചേഴ്സ് ദ ലൈവ്. അതായത് മരിച്ചവർ ജീവനുള്ളവരെ പഠിപ്പിക്കുന്നു. അതാണ് നമ്മുടെ അനാറ്റമി ആപ്തവാക്യം. നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ കടാവറുകൾ നിങ്ങളുടെ ഗുരുനാഥന്മാരാണ്. അവർ നിങ്ങളെ ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഒരുപാട് തത്വങ്ങൾ പഠിപ്പിക്കും. ഒരു കടാവർ മുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് പഠിക്കുന്നത്. അതുകൊണ്ട് ഇന്നു മുതൽ ആത്മബന്ധത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ ഒരു പുതിയ അധ്യായം നിങ്ങളിവിടെ തുടങ്ങും. അതിൻ്റെ ഊഷ്മളത ജീവിതകാലം മുഴുവൻ നിങ്ങൾ കാത്തു സൂക്ഷിക്കണം സാർ. പിന്നെ നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ നിങ്ങളുടെ സ്റ്റുഡൻസ് കൗൺസിൽ അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ അവർക്ക് മൈക്ക് കൈമാറാം. താങ്ക് യു. സംസാരിക്കാം. എൻ്റെ കൊച്ചനിയന്മാർക്കും അനിയത്തികൾക്കും നമ്മുടെ കോളേജ് കൗൺസിൽ വക സ്വാഗതം. എൻ്റെ പേര് ശങ്കർ മഹാദേവൻ. ഞാൻ ഇവിടുത്തെ ജനറൽ സെക്രട്ടറിയാണ്. ഇത് ടൈറ്റസ് മാഗസീൻ എഡിറ്റർ, ലക്ഷ്മി ജോയിന്റ് സെക്രട്ടറി, പിന്നെ മാളവിക ഫൈൻ ആർട്സ്. നിങ്ങളെല്ലാവരും നന്നായി പഠിക്കണം. പക്ഷേ പഠനത്തോടൊപ്പം നമ്മുടെ കോളേജിൽ നടക്കുന്ന എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും നിങ്ങൾ പങ്കെടുക്കണം. ഈ ക്യാമ്പസിൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്. മറ്റേതൊരു കോളേജിനേക്കാളും ഒരു സ്റ്റുഡൻറ് ഫ്രണ്ട്ലി കോളേജാണ് നമ്മുടേത്. അപ്പോൾ ഈ ഫ്രീഡം നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ കോളേജ് കൗൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. As part of security reasons, it is hereby insist that all students should enter hostel before 7 PM. ശരിയാ. ഇത്രയും നാളൊരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ അവരായിട്ട് ചുമ്മാ ആകെ മെനക്കെട്ട പരിപാടിയാണ്. ശങ്കു ഇങ്ങ് വന്നേടാ. എന്താടാ? എടാ 7 മണിക്കുള്ളിൽ കൂട്ടിക്കയറാന്നാ പറയണേ. എവിടുത്തെ പോപ്പിലെ നിയമാടാ അത്. നമ്മുടെ അടുത്ത് ഈ ചതി വേണ്ടായിരുന്നു. ഇതാ ലതാമാമ വാർഡനോടെ ചെയ്തു വെച്ച പണിയാന്ന് ഉറപ്പാ. ഇങ്ങോട്ടൊരു പണി തന്നാ തിരിച്ചങ്ങോട്ടൊരു പണി കൊടുക്കാം. അതല്ല അതിന് ശരി. ഹലോ, സുര ടീച്ചറെ, അവിടെ എന്തായി? എന്താന്നറിയില്ല, പെട്ടെന്ന് കറണ്ട് പോയി. ഇതെല്ലാരും കൂടി എങ്ങോട്ടാ? ഇത് എവിടേക്കാ എല്ലാവരും കൂടെ പോകുന്നേ? ഹലോ ടീച്ചറെ, എവിടെ പോകുന്നടാ? പോകുന്നമാരൊക്കെ ഒരുത്തരും പിന്നെ ഇങ്ങോട്ട് വന്നേക്കരുത്. ഞാനാ പറയണേ. സാറേ, ഞങ്ങൾ പട്ടിക്കുട്ടികളല്ല ഇവിടെ 7 മണിക്ക് കൂട്ടിക്കാറാൻ. ശങ്കു, എല്ലാരെയും വിളിച്ചോണ്ട് അകത്ത് കയറാനാ പറഞ്ഞ. ഒന്ന് പോവോ സാറേ? എങ്ങോട്ടാ? സാർ വിളിച്ചപ്പോഴേക്കും സാറേ ഒരുമാതിരി വേലി തന്നെ വിളവ് തിന്നുന്ന പരിപാടിയാണ് നിങ്ങളന്ന് കാട്ടിയത്. കൗൺസിലർ ഭാരവാഹികൾക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്തമായിട്ട് പെരുമാറാവുന്നതാണ്. സാർ, വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് കോളേജ് യൂണിയൻ കൗൺസിലായിട്ടൊന്ന് ചർച്ച ചെയ്യണമായിരുന്നു. സാർ അതിനെപ്പറ്റി എന്താ പറയണേ? ഞാൻ ഇന്നലെ നിങ്ങളുടെ ചെയർമാനുമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിരുന്നതാണല്ലോ. ചെയർമാൻ ഇവരുമായിട്ട് സർക്കുലറിൻ്റെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നില്ലേ? സാർ, ഇന്നലെ എനിക്ക് ഇവരെ ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. സോറി സാർ. സാർ എന്തീ പറയണേ? ചെയർമാൻ അല്ല കോളേജ് യൂണിയൻ. ഞങ്ങളാണ് ഈ കോളേജ് ജയിച്ചത്. ഒരാൾ ഒരു പോസ്റ്റ് ജയിച്ചെന്ന് വെച്ച് കോളേജ് യൂണിയൻ ആവില്ല. സാറിന് ഇത് അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. അതോ
സാറിന് മറ്റു ചിലവരെ കൂട്ടുപിടിച്ച് ഞങ്ങൾക്ക് അഗേൻസ്റ്റ് ആവുകയാണോ? നോക്കൂ ശങ്കർ, എനിക്കങ്ങനെ പൊളിറ്റിക്സ് ഒന്നും ഇല്ല എന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. സാറിനില്ല, പക്ഷെ ഇവിടെ ചിലർ സാറിനെ മുൻനിർത്തി കളിക്കുന്നുണ്ട്. ശങ്കർ, ഇങ്ങനെ ബ്ലൈൻഡായി ആരോപണങ്ങൾ ഉന്നയിക്കരുത്. കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. ടീച്ചറെ, അതെ, അത് യൂണിയനോട് കൂടെ ഒന്ന് ആലോചിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പിന്നെ 7 മണി എന്നുള്ളത് നടക്കണ കാര്യമല്ല. സാറ് എന്താ അഭിപ്രായം? സാറേ, ഈ 7 മണി എന്നുള്ളത് ഇത്തിരി നേരത്തെ ആയി പോയെന്ന് എൻ്റെ അഭിപ്രായം. നമുക്കതൊരു 9 ആക്കിയാലോ? പറ്റില്ല സാർ, 10 മണി. അങ്ങനെയാണ് ഞങ്ങൾ ഓക്കെ. ശങ്കർ, 10 മണി വളരെ വൈകി. തർക്കം വേണ്ട, നമുക്കൊരു 9:30 പിടിക്കാം. എന്താ പോരെ? അല്ല സാർ, അത് ഓക്കെ സാർ, 9:30-ക്ക് ശേഷം ഞങ്ങൾ ആരും പുറത്തിറങ്ങുന്നതല്ല. ഞങ്ങൾക്ക് സമ്മതമാണ്. എന്നാ ശരി, നിങ്ങൾ ക്ലാസ്സിലേക്ക് വെക്കോളൂ. ഞാൻ പുതിയ സർക്കുലർ പുറത്തിറക്കാം. ശരി സാർ. സാറേ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. എടാ, സാർ 9 മണിയെന്ന് പറഞ്ഞില്ലടാ. അത് നമ്മൾ 10 മണിയെന്ന് പറയാൻ വേണ്ടിയാണ് പുള്ളിക്കാരെ 9 മണിയെന്ന് പറഞ്ഞത്. എടാ, ഞാനും സാറും കൂടി ഇന്നലെ പ്ലാൻ ചെയ്ത സാധനമായിരുന്നു. എനിക്ക് മനസ്സിലായില്ലേ? സാർ, നിങ്ങൾ ഈ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് PTA മീറ്റിങ്ങിന് പാരന്റ്സ് എന്നെ നിർത്തി പൊരിക്കും. അതുപോട്ടെ, എന്തായി നാളത്തെ പരിപാടിയുടെ കാര്യങ്ങളെല്ലാം സെറ്റല്ലേ? എല്ലാം സെറ്റാ സാർ. നമ്മുടെ പിള്ളേരവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതെ, നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ സാറ് പെർമിഷൻ വാങ്ങിയായിരുന്നോ? അതൊക്കെ ഞാൻ ഇന്നലെ സെറ്റാക്കി. എടാ, നമുക്ക് ആ ഓഡിറ്റോറിയം വരെ ഒന്ന് പോയി നോക്കിയാ. സാർ, പോവാം. ഓക്കെ സാർ. സെറ്റാണോ അവിടെ? സെറ്റാ സാർ. പോയി നോക്കാം. ഓക്കെ ഗായ്സ്, പൊസിഷൻ. ഗുഡ് മോർണിംഗ്. എല്ലാം സെറ്റല്ലടാ? എല്ലാം സെറ്റാ സാർ. സാർ, നാളത്തേക്ക് 2 ബസ് വേണ്ടി വരും സാർ. അതൊക്കെ ഞാൻ റെഡിയാക്കാം. എടാ, പിന്നെ ഈ ഡാൻസും പാട്ടും ഒക്കെ സെറ്റ് ആണെങ്കിൽ ഒന്ന് കണ്ടാ കൊള്ളാം. ഒക്കെ റെഡിയാണ് സാർ. നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, റെഡി. റെഡി. ലോക ലഹരി വിരുദ്ധ ബോധവൽക്കരണ യജ്ഞം. ഇത് നമുക്കൊരു പാറയാണല്ലോടാ മക്കളെ. എന്താണ് കുറെ നേരം ചൊല്ലാൻ എല്ലാരും വണ്ടി കയറി, എല്ലാരും വണ്ടി കയറി. നീ അങ്ങോട്ട് വാ. എടാ, ഇവന്മാര് നമ്മുടെ തലേക്കിരുന്ന് ഇറങ്ങും. ഞാൻ പോയി സോൾവ് ആക്കിയിട്ട് വരാം. എന്താ നിനക്ക് തലണോ? ചേട്ടാ, ഞങ്ങൾ അടിക്കാനും തല്ലാനും വന്നിരിക്കണം. ഞങ്ങളുടെ പഠിത്തത്തിന്റെ ഭാഗമായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ വന്നതാ. ഇവിടെ വേറെ പ്രശ്നമൊന്നും വേണ്ട. ഇവനാണ് ഇവന്മാരുടെ നേതാവ്. എന്താടാ, നിനക്ക് പെമ്പിള്ളാരുണ്ടെങ്കിൽ തല്ലാൻ പറ്റുള്ളോ? വാടാ, ആണുങ്ങളെ അടുത്ത് തല്ലാൻ. പിന്നെ അവന്റെ കളസം നനയും. നിന്റെ കളസം ഞാൻ അടിച്ചേരാ.
എന്താ ഇവിടെ പ്രശ്നം? ഒന്നുമില്ല സാർ, ഇവന്മാര് വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നാ സാർ. പരിപാടി കഴിഞ്ഞില്ലേ? ആ സാർ. ഈ സ്ഥലം ഉണ്ടല്ലോ, അത്ര ശരിയല്ല. പോവാൻ നോക്ക്, എല്ലാരും പോവാൻ നോക്ക്. വേഗം വേഗം എല്ലാം എടുത്തോണ്ട് വേഗം പോ.